ഹായ് ഫ്രണ്ട്സ്, ഇത് ഞങ്ങളുടെ പള്ളിയുടെ മുറ്റത്തുള്ള ഒരു അത്തിമരമാണ് കേട്ടോ. അത്തിമരം എന്ന് കേട്ടിട്ടുണ്ടോ? അത്തിമരം പണ്ട് യേശുവിൻ്റെ കാലത്തുള്ള ഒരു മരമാണ് അത്തിമരം കേട്ടോ. അത്തിക്കായും ഉണ്ട് കേട്ടോ. ഈ മരത്തിൽ നിറച്ചും കായുണ്ട്. അതേ നിലത്ത് വരെ പടർന്ന് കിടക്കുവാണ് കായെ. എകരത്തെല്ലാം അങ്ങനെ കാ നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. യേശുവിൻ്റെ കാലത്ത് ബൈബിളിൽ പറയുന്നുണ്ട് ഒരത്തിമരത്തെ പറ്റി ഒരു കഥയൊക്കെ ഉണ്ട് കേട്ടോ. ആ നാട്ടിലൊക്കെ അത്തിമരവും അത്തിപ്പഴവും ഒക്കെ ധാരാളം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ ഇതിൻ്റെ അത്തിപ്പഴം അങ്ങനെ തിന്നാനൊന്നും കൊള്ളുമെന്ന് തോന്നുന്നില്ല. ആ ഗണത്തിൽപ്പെട്ട അത്തിയാണോ ഇതൊന്നും അറിയത്തില്ല കേട്ടോ. ചിലപ്പോഴായിരിക്കും. ഇത് കണ്ടോ, അത്തിക്കായ ഇതുപോലെയാണ് കായ് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. ഇതാണ് അത്തിക്കായേ. പഴുത്തതൊന്നുമില്ല. പഴുത്തതൊന്നും ഇതുവരെ ആരും അങ്ങനെ കഴിച്ചിട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇതാരും ശ്രദ്ധിക്കുന്നില്ല. ഉണ്ടാകുന്നു പോകുന്നു. അങ്ങനെ ഒരു തണൽ മരമായിട്ട് നിൽക്കുന്നതായിട്ടാണ് പള്ളിയുടെ മുറ്റത്ത് അങ്ങനെ നിൽക്കുന്നത് കേട്ടോ. പക്ഷേ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതുകൊണ്ടോ നിറച്ചും ഉണ്ടായി കിടക്കുവാണേ. കുരുകുരാന്നുണ്ടായിരിക്കുക. എകരത്തേലെല്ലാം ഉണ്ട് കേട്ടോ. നിറച്ച് അത്തിക്കായ് ഇങ്ങനെ പിടിച്ചിരിക്കുവാണേ. ഇത് നല്ലതാണ്, കറി വെക്കാനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. എന്തോ മരുന്നൊക്കെയാണ് കേട്ടോ. ഷുഗറിനൊക്കെ നല്ലതാണ്. പയറും വൻപയറും അത്തിക്കായും കൂടി ഇട്ട് കറി വെക്കാൻ കൊള്ളാം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത്തിയുടെ കള്ള് കുടിക്കാൻ പാമ്പ് വരും അത്തിമരത്തിൻ്റെ അടുത്ത് എന്നൊക്കെ പറയുന്നത് കേൾക്കാം. ഇതിനൊരു കറയുണ്ട് കേട്ടോ. അതായിരിക്കും അതിൻ്റെ കള്ളെന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ ഇതൊരു വിശേഷപ്പെട്ട മരമാണ്. എല്ലായിടത്തും ഒന്നും ഇല്ല കേട്ടോ. ഇതുണ്ടോ നിറച്ചും അങ്ങനെ കായ്ച്ച് കിടക്കുവാണ്. നഗരത്തെ കൂടെ എല്ലാം നിറച്ചുണ്ട്. നഗരത്തെല്ലാം നിറച്ചിങ്ങനെ കുരുകുരാന്ന് പിടിച്ചിരിക്കുക. കായാണ് കേട്ടോ. ഇതിൻ്റെ ഇല കാണാൻ നല്ല ഭംഗിയാണ്. നല്ല വലിയ ഇലയാണേ. അതങ്ങനെ ഒരു തണലായിട്ട് നിൽക്കുക. അത്തിമരം പള്ളിയുടെ മുറ്റത്തെ ആൾക്കാരൊക്കെ വരുമ്പം തണലായിട്ട് അങ്ങനെ നിൽക്കുവാണേ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ. നല്ല രസമുണ്ട് അത്തിക്ക കാണാനായിട്ട്. ഞാൻ ഏതായാലും 2-3 അത്തിക്ക പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പയറിൻ്റെ കൂടെ ഇട്ട് നമുക്കൊന്ന് കറി വെച്ച് നോക്കാം. എങ്ങനെ ഇരിക്കുമെന്ന് അറിയാമല്ലോ അല്ലേ. യൂട്യൂബിലൊക്കെ ഇന്നാൾ ഞാൻ കണ്ടിട്ടുണ്ട് അത്തിക്കായും പിന്നെ വൻപയറും കൂടെ തോരൻ വെക്കുന്നത്. നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് കറി വെച്ച് നോക്കാം എന്ന് കരുതി ഞാൻ 2-3 അത്തിക്ക പറിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല ഭംഗിയുണ്ട് ഈ അത്തിമരം കാണാനായിട്ടല്ലേ. അപ്പോൾ ഞാൻ പള്ളിയിൽ വന്നതായിരുന്നു. ഇവിടെ ഒരു മാമോദിസ ഉണ്ടായിരുന്നേ. ക്ഷണം ഉണ്ടായിരുന്നു. പക്ഷേ വന്നപ്പോൾ അവിടെ ആരും ഇല്ല. ഇത് ഞങ്ങളുടെ പള്ളിയാണ് കേട്ടോ. കണ്ടോ നിറച്ചും ചാരുബെഞ്ചാണേ. നല്ല സുഖമായിട്ടിരുന്ന് കുർബാനയിലൊക്കെ സംബന്ധിക്കാം, പ്രാർത്ഥിക്കാം. പള്ളി മുഴുവൻ ചാരുബെഞ്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പള്ളിയിലെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഹാളിലേക്ക് പോയി. പാരീഷ് ഹാളിൽ ആയിരുന്നു ബാക്കിയുള്ള ചടങ്ങുകൾ. ഗംഭീരം ചടങ്ങായിരുന്നു. പാട്ടും എല്ലാ സദ്യയും ഭംഗിയായിരുന്നു. ഗംഭീര സദ്യയൊക്കെ ആയിരുന്നു. അങ്ങനെ കണ്ടോ കൊച്ചിനെ കിടത്താനുള്ള തൊട്ടിലൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.